നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. റഷ്യയിൽ യുക്രൈൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കല്ലൂർ സ്വദേശി സന്ദീപിന്റെ മൃതദേഹം വീണ്ടെടുക്കുന്നതിനും ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിനും ഇടപെടുന്നുണ്ടെന്ന് റഷ്യയിലെ ഇന്ത്യൻ എംബസി അധികൃതർ കുടുംബത്തെ അറിയിച്ചു. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. അളഗപ്പനഗർ മാട്ടുമല തരകൻ ഐനിക്കൽ ബെന്നിയുടെയും ജിജിയുടെയും മകൻ 22 വയസ്സുള്ള ബിജു ബെന്നിയാണ് മരിച്ചത്. ചിമ്മിനി ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുമെന്ന് കളക്ടർ. സുസ്ഥിരമായ രീതിയിൽ ചിമ്മിനി ടൂറിസത്തിന്റെ വികസനത്തിന് ഇടപെടലുകൾ നടത്തുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. പാലേക്കര കണ്ണംകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും 13-ാം നൂറ്റാണ്ടിലെ വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തി. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ചരിത്ര വിഭാഗത്തിൽ ഗവേഷകനായ സന്തോഷ് എളേടത്താണ് ലിഖിതം വായിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. റഷ്യയിൽ യുക്രൈൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കല്ലൂർ സ്വദേശി സന്ദീപിന്റെ മൃതദേഹം വീണ്ടെടുക്കുന്നതിനും ഇന്ത്യയിലേക്ക് എത്തുന്നതിനും ഇടപെടുന്നുണ്ടെന്ന് റഷ്യയിലെ ഇന്ത്യൻ എംബസി അധികൃതർ അറിയിച്ചു. മൃതദേഹം വിട്ടുകിട്ടാനുള്ള നടപടിയുടെ ഭാഗമായി റഷ്യൻ അധികൃതരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും എംബസി അറിയിച്ചു. കല്ലൂർ നായരങ്ങാടി കാങ്കിൽ ചന്ദ്രന്റെയും വത്സലയുടെയും മകൻ 36 വയസ്സുള്ള സന്ദീപ് റഷ്യയിൽ യുക്രൈൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി കഴിഞ്ഞ 16-നാണ് റഷ്യൻ മലയാളിയുടെ വാട്സ്ആപ്പ് ശബ്ദ സന്ദേശം പ്രചരിച്ചത്. ഇതോടെ വീട്ടുകാരും സന്ദീപ് റഷ്യൻ സേനയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി. റഷ്യൻ സൈനിക ക്യാമ്പിലെ ക്യാന്റീനിലാണ് ജോലിയെന്നും സുരക്ഷിതനാണെന്നുമാണ് സന്ദീപ് വീട്ടുകാരെ അറിയിച്ചിരുന്നത്. ഇതിനിടയിലാണ് സന്ദീപ് അടങ്ങിയ 12-അംഗ റഷ്യൻ സേനയുടെ സംഘം ആക്രമിക്കപ്പെട്ടതായുള്ള വിവരം പ്രചരിച്ചത്. സന്ദീപിനെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കാതായതോടെ എംബസിക്കും കേന്ദ്രമന്ത്രിമാർക്കും പരാതി നൽകി. ഇതിനു പിന്നാലെ ഞായറാഴ്ച പ്രധാനമന്ത്രിക്കും കുടുംബം പരാതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് എംബസിയുടെ മറുപടി എത്തിയത്. സന്ദീപിന്റെ മരണവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെക്കുറിച്ചും റഷ്യയിൽ ജോലിക്ക് റിക്രൂട്ട് ചെയ്ത വ്യക്തികളുടെ പങ്കാളിത്തത്തെക്കുറിച്ചും ഇന്ത്യൻ സർക്കാർ അന്വേഷണം നടത്തുമെന്നും എംബസി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഉത്തരവാദികൾക്കെതിരെ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും മോസ്കോയിലെ ഇന്ത്യൻ എംബസി കോൺസുലേറ്റർ രാംകുമാർ തങ്കരാജ് മെയിൽ വഴി സന്ദീപിന്റെ കുടുംബത്തെ അറിയിച്ചു. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. അളഗപ്പനഗർ മാട്ടുമല തരകൻ ഐനിക്കൽ ബെന്നിയുടെയും ജിജിയുടെയും മകൻ 22 വയസ്സുള്ള ബിജു ബെന്നിയാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 7:30-ന് മണ്ണമ്പേട്ട വൈദ്യശാല ജംഗ്ഷനു സമീപം ബിജു സഞ്ചരിച്ചിരുന്ന ബൈക്ക് മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ ഞായറാഴ്ച രാത്രി 10:30-നാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 9:30-ന് മണ്ണമ്പേട്ട പരിശുദ്ധ അമലോത്ഭവ മാതാ പള്ളിയിലാണ് സംസ്കാരം. ചിമ്മിനി ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുമെന്ന് കളക്ടർ. സുസ്ഥിരമായ രീതിയിൽ ചിമ്മിനി ടൂറിസത്തിന്റെ വികസനത്തിന് ഇടപെടലുകൾ നടത്തുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ചിമ്മിനി ഡാം ടൂറിസം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരുമായി പ്രദേശം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിലുള്ള ഇക്കോ ടൂറിസം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് നടപടി സ്വീകരിക്കും. ഡാമിലേക്ക് പ്രവേശനം അനുവദിക്കുന്നതോടെ ജലസേചന ടൂറിസം പുനരാരംഭിക്കും. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും അറിയിച്ചു. ജനപ്രതിനിധികൾ, വിവിധ സർക്കാർ വകുപ്പുകൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് ഇവ നടപ്പാക്കുക. ജലസേചനം, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്ദർശനത്തിൽ അനുഗമിച്ചു. പാലേക്കര കണ്ണംകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും 13-ാം നൂറ്റാണ്ടിലെ വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തി. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ചരിത്ര വിഭാഗത്തിൽ ഗവേഷകനായ സന്തോഷ് എളേടത്താണ് ലിഖിതം വായിച്ചത്. നന്ദിപുലത്ത് പടിഞ്ഞായിറ്റി കോരവാഴുന്ന ഇരവികുമരനെയും തമ്പി 300 വരെയും പണി ചെയ്യുന്ന നായന്മാരെയും ലിഖിതം പരാമർശിക്കുന്നു. ചവിട്ടുകല്ലായി വളരെ കാലം ഉപയോഗിച്ചതിനാൽ പാതിയും മാഞ്ഞുപോയ നിലയിലാണ് ലിഖിതമുള്ളത്. ഇന്നത്തെ കുറുമാലിപ്പുഴയെ പണ്ടുകാലത്ത് നന്ദിയാർ എന്നും കുറുമാലിപ്പുഴ ഒഴുകിയിരുന്ന പ്രദേശങ്ങളെ നന്ദിപുലത്ത് നാട് എന്നുമാണ് പണ്ടുകാലത്ത് വിളിച്ചിരുന്നത്. 17-ാം നൂറ്റാണ്ടിലെ ഡച്ച് രേഖകളിലും നന്ദിപുലത്തുനാടിനെ പറ്റി പരാമർശമുണ്ട്. മധ്യകാല മണിപ്രവാള കൃതിയായ ചന്ദ്രോത്സവം എന്ന കാവ്യത്തിൽ നന്ദിപുലത്തു നിന്നും ഇട്ടി എന്ന ദേവദാസി ഉത്സവത്തിൽ പങ്കെടുക്കാൻ പോകുന്നതായി പറയുന്നുണ്ട്. ഇപ്പോൾ ലഭിച്ച രേഖ അതിനു മുൻപുള്ളതാണ്. സർക്കാർ നിർമ്മിത പ്രളയത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി സ്വീകരിക്കുക, പ്രളയബാധിതരുടെ എല്ലാ നഷ്ടങ്ങൾക്കും പരിഹാരം നൽകുക, മണലിപ്പുഴ നവീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെന്മണിക്കര വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുൻപിൽ
കോൺഗ്രസ് നെന്മണിക്കര മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. പ്രളയത്തിൽ വ്യാപാരി സമൂഹത്തിന്റെ നഷ്ടം പരിഹരിക്കാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നും പഞ്ചായത്തിൽ 1400 വീടുകളെ പ്രളയം ബാധിച്ചുവെന്നും 1 കോടി രൂപയുടെ കൃഷിനാശം ഉൾപ്പെടെ 2 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നും പ്രളയക്കെടുതിയുടെ ദിനങ്ങളിൽ പഞ്ചായത്ത് അധികൃതർ 2018 സമാനമായി പ്രവർത്തിക്കാത്തത് ഏറെ വേദനാജനകമാണെന്നും മണലിപ്പുഴയുടെ പുലക്കാട്ടുകര എറവക്കാട് ഷട്ടറുകൾ മുഴുവനായി തുറക്കാൻ സാധിക്കാതിരുന്നതിൽ പഞ്ചായത്തിന് ഉത്തരവാദിത്വമുണ്ടെന്നും ഉദ്ഘാടകൻ പറഞ്ഞു. സർക്കാർ നിർമ്മിത പ്രളയത്തിൽ നഷ്ടം സംഭവിച്ചവർക്ക് ഇനിയും നഷ്ടപരിഹാരം നൽകാത്ത സർക്കാർ നടപടി തികച്ചും പ്രതിഷേധാർഹമാണെന്നും വീടുകളുടെ കേടുപാടിനും കൃഷിനാശത്തിനും മാത്രം പരിഹാരം നൽകാനുള്ള നീക്കം ശരിയല്ലെന്നും മറിച്ച് പ്രളയത്തിൽ ഒരു കുടുംബത്തിന് സംഭവിച്ച എല്ലാ നഷ്ടവും പരിഹരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മണ്ഡലം പ്രസിഡന്റ് ഔസേപ്പ് വൈക്കാടൻ അധ്യക്ഷനായി. ധർണയിൽ നേതാക്കളായ അലക്സ് ചുക്കിരി, പോൾസൺ തെക്കുംപീടിക, KV പുഷ്പാകരൻ, KS കൃഷ്ണൻകുട്ടി, TC ജോസ്, KA ജേക്കബ്, അശോകൻ ഐത്താടൻ, ട്രീസ ബാബു, KV സുരേഷ്, തങ്ക ഭാസ്കരൻ എന്നിവർ പ്രസംഗിച്ചു. ആദ്യത്തെ ദിവസം ജാഗ്രതാ നിർദ്ദേശം കൊടുത്തു സർക്കാർ. 4 ഇഞ്ച് തുറക്കുമെന്നാണ് പറഞ്ഞത്. അത് 29-ാം തീയതി 4 ഇഞ്ച് തുറന്നു. 29-ാം തീയതി തുറന്നത് വൈകുന്നേരമാണ്. പിറ്റേ ദിവസം രാവിലെ 11 മണിയായപ്പോഴേക്കും 12 മണിക്കൂർ പൂർത്തീകരിക്കുമ്പോഴേക്കും 77 ഇഞ്ച് പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ഡാം സേഫ്റ്റി മാനേജ്മെന്റിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾക്ക് കൊടുക്കണം. ഇവിടെ അത്തരത്തിലൊരു നിർദ്ദേശം ഉണ്ടായില്ല. 77 ഇഞ്ച് തുറന്നപ്പോൾ മണലിപ്പുഴയുടെ തീരത്തുള്ള എല്ലാ പഞ്ചായത്തുകളും എല്ലാം മുങ്ങിപ്പോയി എന്നുള്ളതല്ലേ സത്യം. തൃശൂർ ജില്ലയിൽ 13,007 വീടുകളെയാണ് പ്രളയം ബാധിച്ചത്, വെള്ളം കയറിയത്. മിന്നിത്തിളങ്ങാൻ വ്യത്യസ്ത തരം വസ്ത്രങ്ങളുടെ മഹനീയ ശേഖരവുമായി മാധവം ഫാഷൻസ് ആമ്പല്ലൂരിൽ പ്രവർത്തനമാരംഭിച്ചു. ആമ്പല്ലൂർ വരന്തരപ്പള്ളി റോഡിൽ കൂടലി ആർക്കേഡിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. മാധവം ഫാഷൻസ് അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പന K രാജേശ്വരി JK ഹോട്ടൽ ഉടമ ജയന് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. EM കുഞ്ഞമ്പുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. സെറ്റ് മുണ്ടുകൾ, പാന്റുകൾ, ഷർട്ടുകൾ, ടീഷർട്ടുകൾ, ചുരിദാറുകൾ, നൈറ്റികൾ, ജീൻസുകൾ, ടോപ്പുകൾ, ലെഗിൻസ്, പലാസോ, ഇന്നർവെയറുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ, സാരികൾ, കുഞ്ഞുടുപ്പുകൾ തുടങ്ങി ലേഡീസിന്റെയും കിഡ്സിന്റെയും ജെന്റ്സിന്റെയും വ്യത്യസ്ത തരം വസ്ത്രങ്ങൾ വൻ വിലക്കുറവിലാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ ടോട്ടൽ ഇന്ത്യയിൽ ഉള്ള എല്ലാ മാക്സിമം ഐറ്റംസുകൾ നമ്മുടെ വില്ലേജ് ഗ്രാമത്തിലേക്ക് മാക്സിമം റേറ്റ് കുറച്ച് എല്ലാവർക്കും കൂടി ഈ ഓണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത് എൻ്റെ ഈ ഷോപ്പ് സമർപ്പിക്കുകയാണ്. എല്ലാ മിതമായ വിലയിൽ എല്ലാ സൗകര്യങ്ങളും കൂടി എല്ലാം ചെയ്തു കൊടുക്കും. ഇനി വാങ്ങാം ഇഷ്ടം പോലെ വസ്ത്രങ്ങൾ. മാധവം ഫാഷൻസ്, കൂടലി ആർക്കേഡ്, ആമ്പല്ലൂർ. ഫോൺ നമ്പർ 8606932622. ഇരുവൃക്കകളും തകരാറിലായ യുവാവ് ചികിത്സയ്ക്ക് സഹായം തേടുന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ അവിട്ടപ്പള്ളി പരേതനായ കല്ലിങ്ങപ്പുറം ശ്രീധരന്റെ മകൻ ശ്രീയേഷാണ് സഹായം തേടുന്നത്.
വൃക്കകളിൽ കുമിളകൾ വരുന്ന ഗുരുതരമായ രോഗമാണ് ഈ യുവാവിനെ ബാധിച്ചിട്ടുള്ളത്. ഇത് മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നതിനാൽ എത്രയും വേഗം ഡയാലിസിസ് ആരംഭിക്കാനും വലത് വൃക്ക നീക്കം ചെയ്യാനും ഡോക്ടർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് ഈ മാസം 12 മുതൽ ഡയാലിസിസ് ആരംഭിച്ചിട്ടുണ്ട്. വലതു വൃക്ക നീക്കം ചെയ്യുന്നതിനും ഡയാലിസിസിനുമായി ഇതിനകം 7 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചു. ഇടതു വൃക്ക നീക്കം ചെയ്യുന്നതിനും പിന്നീടുള്ള വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുമായി ഏകദേശം 35 ലക്ഷത്തോളം രൂപ ചിലവ് വരും. അമ്മയും ഭാര്യയും 2 പിഞ്ചു കുഞ്ഞുങ്ങളും അടങ്ങുന്ന ശ്രീയേഷിന്റെ കുടുംബത്തിന് ഈ തുക താങ്ങാവുന്നതിലും അപ്പുറമായതിനാൽ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ യുവാവ്. ശ്രീയേഷിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ തുക സമാഹരിക്കുന്നതിന് പഞ്ചായത്ത് അംഗം സുമേഷ് മൂത്തമ്പാടൻ ചെയർമാനും ഷോബി കുണ്ടിൽ കൺവീനറുമായി ചികിത്സാ സഹായ സമിതി രൂപവൽക്കരിച്ചിട്ടുണ്ട്. ശ്രീയേഷ് ചികിത്സാ സഹായ സമിതി അക്കൌണ്ട് നമ്പർ 1700004670, IFSC FDRL 001700, ഫെഡറൽ ബാങ്ക് കോടാലി ശാഖ. അങ്കണവാടിയിൽ നിന്നും പാമ്പിനെ പിടികൂടി. തൃശൂർ കോർപ്പറേഷൻ മേയറുടെ നെട്ടിശ്ശേരി 16 ഡിവിഷനിലെ 44 നമ്പർ അങ്കണവാടി കെട്ടിടത്തിനുള്ളിലെ അലമാരയ്ക്ക് സമീപത്തു നിന്നുമാണ് പാമ്പിനെ പിടികൂടിയത്. അങ്കണവാടി പരിസരം വൃത്തിരഹിതമാണെന്നും കോർപ്പറേഷൻ അധികൃതർ വൃത്തിയാക്കണമെന്നും ജനകീയ സമിതി ആവശ്യപ്പെട്ടു. പുതുക്കാട് ബസാർ റോഡിലെയും റെയിൽവേ സ്റ്റേഷൻ റോഡിലെയും സ്ട്രീറ്റ് ലൈറ്റുകൾ മാറ്റി പുതിയ ലൈറ്റുകൾ സ്ഥാപിച്ചു. 40 വാട്ടിന്റെ ബൾബുകളാണ് സ്ഥാപിച്ചത്. പ്രസിഡന്റ് KM ബാബുരാജ്, ഷൈനി ജോജു, സെബി കൊടിയൻ, CC സോമൻ എന്നിവർ നേതൃത്വം നൽകി. നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആവണി അവിട്ടം ഉപാകർമ്മം നടത്തി. കുറുമാലി ബ്രാഹ്മണ സമൂഹത്തിലെ നെല്ലായി, നന്ദിക്കര, രാപ്പാൾ പ്രദേശത്തെ യജുർവേദ തമിഴ് ബ്രാഹ്മണരാണ് ഉപാകർമ്മം സംഘടിപ്പിച്ചത്. പ്രഭാത സന്ധ്യ വന്ദനത്തിനു ശേഷം 1008 കാമോ കാരിഷ് മന്ത്രം ജപിച്ച ശേഷം ബ്രഹ്മയജ്ഞം, മഹാസങ്കല്പം, യജ്ഞോപവീത ധാരണം, കണ്ഠർഷി തർപ്പണം, വേദാരംഭം, ഹോമം എന്നിവയ്ക്ക് നെല്ലുവായ് രാമവാദ്യാർ നേതൃത്വം നൽകി. ഉപാകർമ്മത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാവിലെ ഓരോരുത്തരും 1008 ഗായത്രി മന്ത്രം ജപിക്കും. ബുക്കോറം പബ്ലിഷേഴ്സ് പുറത്തിറക്കുന്ന സോബിൻ ആൻഡ് ജോയുടെ ആഷ് കെലോണിന്റെ നൊമ്പരം എന്ന പുസ്തകം ചൊവ്വാഴ്ച പ്രകാശനം ചെയ്യും. മുപ്ലിയം അസംഷൻ പാരിഷ് ഹാളിൽ വൈകുന്നേരം 4:30 KK രാമചന്ദ്രൻ MLA പ്രകാശനം നിർവഹിക്കും. മുപ്ലിയം അസംഷൻ ചർച്ച് വികാരി ജോസഫ് സണ്ണി മണ്ഡകത്ത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവർ സന്നിഹിതരാകും. കാലാവസ്ഥ. ഇന്ന് കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. മേഖലാതല മെഗാ ജോബ് ഫെയർ നിയുക്തി 2024 31 നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകൾക്കായുള്ള മേഖലാതല മെഗാ ജോബ് ഫെയർ നിയുക്തി 2024 ഓഗസ്റ്റ് 31 കളമശ്ശേരി കുസാറ്റ് ക്യാമ്പസിൽ രാവിലെ 9 ആരംഭിക്കും. പേര് രജിസ്റ്റർ ചെയ്ത് അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യണം. ജോബ് ഫെയറുമായി ബന്ധപ്പെട്ട എംപ്ലോയീസ് മീറ്റ് ഓഗസ്റ്റ് 27 നടക്കും. തെറാപ്പിസ്റ്റ് നിയമനം. നാഷണൽ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിലേക്ക് തെറാപ്പിസ്റ്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യത: സർക്കാർ അംഗീകൃത ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ്. പ്രതിമാസ വേതനം 14,700 രൂപ. ഉയർന്ന പ്രായപരിധി 2024 ഓഗസ്റ്റ് 6 40 വയസ്സ് കവിയരുത്. ബയോഡാറ്റയും ഫോട്ടോയും അസൽ സർട്ടിഫിക്കറ്റുകളും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷാ ഫോം സഹിതം തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിലുള്ള നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ ഓഗസ്റ്റ് 31 വൈകിട്ട് 5 ലഭ്യമാക്കണം. അഭിമുഖം സെപ്റ്റംബർ 10 രാവിലെ 10 നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487293919. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6670 രൂപ, പവന് 53,360 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്.
റഷ്യയിൽ യുക്രൈൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കല്ലൂർ സ്വദേശി സന്ദീപിന്റെ മൃതദേഹം വീണ്ടെടുക്കുന്നതിനും ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിനും ഇടപെടുന്നുണ്ടെന്ന് റഷ്യയിലെ ഇന്ത്യൻ എംബസി അധികൃതർ കുടുംബത്തെ അറിയിച്ചു. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. അളഗപ്പനഗർ മാട്ടുമല തരകൻ ഐനിക്കൽ ബെന്നിയുടെയും ജിജിയുടെയും മകൻ 22 വയസ്സുള്ള ബിജു ബെന്നിയാണ് മരിച്ചത്. ചിമ്മിനി ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുമെന്ന കളക്ടർ. സുസ്ഥിരമായ രീതിയിൽ ചിമ്മിനി ടൂറിസത്തിന്റെ വികസനത്തിന് ഇടപെടലുകൾ നടത്തുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. പാലേക്കര കണ്ണംകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും 13-ാം നൂറ്റാണ്ടിലെ വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തി. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ചരിത്ര വിഭാഗത്തിൽ ഗവേഷകനായ സന്തോഷ് എളേടത്താണ് ലിഖിതം വായിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.